ഹാട്രിക് ഭരണം തേടിയിറങ്ങിയ മോദിയും സംഘവും ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വർഗീയ ധ്രുവീകരണമാണ് പ്രധാനമായും പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. മുസ്ലിം സംവരണവും സ്വത്താവകാശവും മുതൽ മംഗല്യസൂത്ര വരെയാണ് പ്രസംഗത്തിൽ ഉടനീളം ഉള്ളത്. മോദിക്ക് പിന്നാലെ അമിത്ഷാ, യോഗി തുടങ്ങിയവരും ധ്രുവീകരണ പരാമർശങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാവട്ടെ ഇക്കാര്യത്തിലൊന്നും നടപടിയെടുക്കാതിരുന്നതോടെ ധ്രുവീകരണ നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് BJP. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട ആനിമേറ്റഡ് വീഡിയോയിലൂടെ അതീവ ഗുരുതരമായ പ്രചാരണ വേലയാണ് നടത്തിയത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പ്രതിപക്ഷത്തിന്റെ പ്രിയപ്പെട്ട സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഹിന്ദുക്കളുടെ സമ്പത്തും സ്വത്തും വിതരണം ചെയ്യുമെന്നതാണ് വീഡിയോയിലെ ഇതിവൃത്തം. വീഡിയോ വൻതോതിൽ പ്രചരിച്ചതോടെ വിവാദമാവുകയും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും കോടാനുകോടി വോട്ടർമാരിലേക്ക് അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് BJPയുടെ IT സെല്ലിന് അറിയാം. നമ്മുടെ നിധികളെല്ലാം കൊള്ളയടിക്കാനാണ് അവർ വന്നതെന്നാണ് വീഡിയോയിൽ പറയുന്നത്. അധിനിവേശക്കാർ, ഭീകരർ, കൊള്ളക്കാർ, കള്ളന്മാർ തുടങ്ങിയ അങ്ങേയറ്റം അധിക്ഷേപകരമായ വാക്കുകളാണ് വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രതിഷേധം കാരണം BJP തന്നെ വീഡിയോ പിൻവലിച്ചതാണോ അതോ വൻതോതിലുള്ള റിപ്പോർട്ടിംഗ് കാരണം ഇൻസ്റ്റഗ്രാം തന്നെ നീക്കം ചെയ്തതാണോ എന്ന് വ്യക്തമല്ല. ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ ചിത്രത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം മുസ്ലിം ലീഗിന്റെ പതാകയാണ് മോർഫ് ചെയ്ത് ഉൾപ്പെടുത്തിയത്. തൊഴിലില്ലായ്മ, ഉപജീവന ആശങ്കകൾ, പൊതുവിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യ മേഖലയിലെയും അടിസ്ഥാന പ്രശ്നങ്ങൾ, സാമൂഹിക നീതി തുടങ്ങിയവയെക്കുറിച്ചൊന്നും ഒരിടത്തും പറയാതെ കേവലം വർഗീയതയിൽ മാത്രമാണ് BJPയുടെ പ്രചാരണം. നമ്മുടെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു, കൊള്ളയടിച്ചത് അവർക്കിടയിൽ വിതരണം ചെയ്തു, കോൺഗ്രസ് ഹിന്ദു സംസ്കാരത്തെ ഇല്ലാതാക്കുന്നു തുടങ്ങിയ പരാമർശങ്ങളാണ് വീഡിയോയിൽ ഉള്ളത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുസ്ലിം സംവരണം അനുവദിക്കില്ലെന്നാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞത്. നിങ്ങളുടെ മക്കളുടെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നൽകാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ വിളിച്ചു പറഞ്ഞത്. പല BJP നേതാക്കളും വിഷം ചീറ്റി തന്നെ രംഗം കൊഴുപ്പിക്കുന്നുണ്ട്. വാഷിംഗ്ടൺ DC ആസ്ഥാനമായി മാധ്യമപ്രവർത്തകരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും അടങ്ങുന്ന ഗവേഷണ ഗ്രൂപ്പായ ഇന്ത്യ ഹേറ്റ് ലാബിന്റെ കണ്ടെത്തൽ പ്രകാരം 2023 മാത്രം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് 668 വിദ്വേഷ പ്രസംഗമാണ് ഇന്ത്യയിൽ നടന്നത്. ഇതിൽ 75% BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും രാജ്യ തലസ്ഥാനത്തുമാണെന്ന് റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നു. ഡിജിറ്റൽ മേഖലയിലും ഓഫ്ലൈൻ ഇടങ്ങളിലും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടുന്ന വിദ്വേഷ പ്രസംഗം, വ്യാജവാർത്തകൾ, ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ എന്നിവ രേഖപ്പെടുത്തുകയും പഠിക്കുകയും വിശകലനം ചെയ്യുകയുമാണ് ഇന്ത്യ ഹേറ്റ് ലാബിന്റെ പ്രവർത്തനം. ഇന്ത്യയിലെ വിദ്വേഷ പ്രസംഗങ്ങൾ എന്ന തലക്കെട്ടിലുള്ള അതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ 255 വിദ്വേഷ പ്രസംഗങ്ങളാണ് നടന്നത്. എന്നാൽ രണ്ടാം പകുതിയിൽ 413 ആയി ഉയർന്നു. ഏകദേശം 62% വർദ്ധിച്ചത്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, ഛത്തീസ്ഗഡ്, മിസോറാം എന്നീ 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ നവംബർ വരെ വിദ്വേഷ പ്രസംഗങ്ങൾ വർദ്ധിച്ചു. മഹാരാഷ്ട്രയാണ് ഇതിൽ മുന്നിൽ. 118 വിദ്വേഷ പ്രസംഗങ്ങളാണ് സംസ്ഥാനത്ത് നടന്നത്. ഉത്തർപ്രദേശ് 104, മധ്യപ്രദേശ് 65, രാജസ്ഥാൻ 64, ഹരിയാന 48 എന്നിവയാണ് പട്ടികയിലെ അടുത്ത സ്ഥാനക്കാർ. ഉത്തരാഖണ്ഡ് 41, കർണാടക 40, ഗുജറാത്ത് 31, ഛത്തീസ്ഗഡ് 21, ബീഹാർ 18 എന്നിങ്ങനെയാണ് അടുത്ത കണക്ക്. ഇതിൽ 75% BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ്. വിശ്വഗുരു ചമയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ ദിവസവും കഴിയുന്നോറും മുസ്ലിം വിരുദ്ധ പ്രസംഗങ്ങളുടെ ശക്തി കൂട്ടുകയാണ്. കോൺഗ്രസും CPM-ഉം ഉൾപ്പെടെയുള്ള പാർട്ടികളും വിവിധ സാമൂഹിക സംഘടനകളും പൗരാവകാശ പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നെങ്കിലും കാര്യക്ഷമമായ നടപടികൾ പോലും കൈക്കൊണ്ടിട്ടില്ല. തങ്ങൾക്കെതിരായ പരാതികളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടക്കുമെന്ന ആത്മവിശ്വാസമാണ് വിദ്വേഷ വീഡിയോയ്ക്ക് പിന്നിലെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്.